നീയല്ലേ ഇവരെ 3 പേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ. കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങനെ വേണം എന്നെ അഭിസംബോധന. അങ്ങ് അടിച്ചതിന്റെ മോന്തേനെ കാണാൻ വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ. അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം. അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ 3 പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും. 14 നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു ഓഫീസർ. യാത്ര പോകാൻ ഒരുങ്ങിക്കൊള്ളൂ. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? കരുണ എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ, അവർ ഇനിയും വരും. കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളുടെ മകടുകൾക്ക് മേൽ നിറയും. തകരുമെല്ലാം തകർക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്യാട്രിസ്റ്റിനെ മറ്റോ വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്. ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം, അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നും ഒന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നത് വരെ. ദുർഗാദാസന്റെ അറസ്റ്റിന് കാരണക്കാരി സൂസന്റെ മമ്മയാണ്. മമ്മ അവന്റെ ചിത്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ്. അപ്പന ആരൊക്കെയുണ്ട് വൈകിയെ കൂടാതെ? വൈകിയെ കൂടാതെ വൈക മാത്രം. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ തമിഴ്നാട് പോലീസിലായിരുന്നു. ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലീസ്. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോ മരിച്ചു. വൈക തമിഴാ? തമിഴ്. അച്ഛൻ തമിഴ്, അമ്മ പാലക്കാട്. അതുകൊണ്ട് വൈകയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. വൈക, നല്ല പേര് അല്ലേ മമ്മ? അതെ, മധുരയിൽ ഒഴുകുന്ന ഒരു നദിയുടെ പേരാ. നദി വറ്റ് വരണ്ട് കിടക്കുക. പക്ഷെ എന്റെ വൈക അങ്ങനല്ല, നിറഞ്ഞൊഴുകാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്. പോട്ടെ. പുഴകളും നദികളും ദിനം പ്രതി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഭൂഗർഭ ജലം വരെ ഊറ്റി ജലചൂഷണം നടത്തുന്ന ഈ കോള കമ്പനി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടിനീരിനു വേണ്ടിയുള്ള ഈ പോരാട്ടം ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യാഗ്രഹമെന്ന സമരമുറ ആദ്യമായി നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന സമരമാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. എല്ലാ ജനങ്ങളുടെയും ജന്മാവകാശമാണ് കുടിവെള്ളം. അത് നിഷേധിക്കാൻ ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്കും അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിശ്ചിതകാല ഉപവാസം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. സുഖമല്ലേ മോളെ? ഓ, 4 മാസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട്. ഒക്കെ ശരിയാക്കാം. ഉച്ചഭക്ഷണം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇവിടെ അടുത്തൊരു വീട്ടിൽ പോണം എനിക്ക്. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. ഏത് വീടിന്റെ കാര്യം പറഞ്ഞത്? അപ്പൻ മേനോന്റെ വീട്. ഓ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറാതെ പോകുന്ന മോശല്ലേ? അവിടെ വൈകിയുണ്ടല്ലോ മിസ്സസ് അപ്പൻ മേനോ. ഏയ്, ഗായത്രി കയറുന്നില്ലേ? ഇല്ല, എന്റെ ഹോസ്റ്റൽ മേറ്റ് ഒരു ദീപ, അവൾ ഇവിടെ ഒരു ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ ഇറങ്ങുമ്പോ വിളിക്കാം. ഓ ശരി.
എക്സ്ക്യൂസ് മീ, വൈക. വരൂ. ഇത് വീടല്ല, കൊട്ടാരമാണ്. വന്നോളൂ. ഇങ്ങോട്ട് വരൂ. അതാണ് വൈക. വൈക എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വൈക മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. വൈക, ഒടുക്കം നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോ സൂസൻ എനിക്ക് ഫ്രണ്ടാണ്, ഒരു നല്ല ഫ്രണ്ട്. സൂസന്റെ മമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമാണ്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ടാവും സൂസന്റെ മമ്മയോട് എനിക്ക് ഇത്ര സ്നേഹം. ആ, നിന്റെ വിശേഷങ്ങളും അവർ തിരക്കിയിരുന്നു. നിന്നെ അവരിപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പിണക്ക. ദുർഗാദാസൻ പിടിയിലായെങ്കിലും എന്റെ ജോലി തിരക്ക് തീരുന്നില്ല വൈക. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കാണാൻ വരാത്തത്. വന്നില്ലെങ്കിലും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇല്ലേ? അടുത്ത്. അതെ, പശുക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല നീ. സർ, യെസ്. എന്തൊക്കെയുണ്ട് വൈകയുടെ വിശേഷങ്ങൾ? അവിടെ മാരിയമ്മൻ കോവിൽ ഉത്സവം വരണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുക അവള്. പോകുന്നില്ലേ? ഇല്ല, ഇവിടെ ജോലി തിരക്കല്ലേ. എന്നാ ഞാൻ പോവാം. വേണ്ട, വൈകയ്ക്ക് ചിലപ്പോ അത് ഇഷ്ടാവില്ല. ഇഷ്ടാവും. ഞങ്ങൾ തമ്മിൽ കാണും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. ഞാൻ പോയിരുന്നു തറവാട്ടില്. വൈകയെ കണ്ടു. സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, മരിച്ചിട്ടും വൈക മരിച്ചിട്ടില്ല എന്ന് കരുതി സ്നേഹിക്കുന്ന ഈ മനസ്സ് ഏത് സ്ത്രീയുടെയും പ്രാർത്ഥനയാ. ഇതുപോലെ മനസ്സുള്ളൊരു പുരുഷൻ. അസൂയ തോന്നുക എനിക്ക് വൈകയോട്. പുണ്യം ചെയ്തവർക്കേ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടൂ. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല വൈക, മരിക്കില്ല. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടാവും അപ്പൻ വൈകിയെ. പണ്ട് നിന്റെ പപ്പ മരിച്ച സമയത്ത് അപ്പന്റെ അതേ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. പപ്പ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാ ദേഷ്യം വരും. എനിക്ക് അപ്പനോടുള്ള ഇഷ്ടം കുറയല്ല മമ്മ, കൂടുക ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അപ്പൻ
ഒരു സുഹൃത്ത് മാത്രമായിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ക്യാരക്ടർ ഞാൻ വിടാൻ പോണില്ല. അപ്പനെയും വൈകിയും എനിക്കറിയണം അവരുടെ ജീവിതം. വിബ്ജിയോറിന് ശേഷം എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല എന്ന് ചോദിക്കുന്ന നിരൂപകരുണ്ട് ധാരാളം. അവരടക്കമുള്ള എല്ലാവർക്കും അപ്പനിലൂടെയും വൈകിയിലൂടെയും ഞാൻ മറുപടി പറയും. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും അവരുടെ ഭൂതകാലം? സ്പൈ വർക്ക്. കം ടു ദ പോയിന്റ്. അപ്പന്റെ ഓർഡറിൽ സഹദേവനില്ലേ, അയാൾ എനിക്കൊരു ഡയറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പന്റെ ഡയറി. എനിക്ക് ഉറപ്പുണ്ട് അപ്പന്റെ ഡയറിയിൽ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാവുമെന്ന്. മമ്മ നോക്കിക്കോ, വൈക ആ ഡയറിയിലൂടെ പുനർജനിക്കും. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളൊരു എഴുത്തുകാരി ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തു തരുന്നത്. അപ്പൻ സാറങ്ങാനും ഇതറിഞ്ഞ അറിയില്ല. ഇന്നത്തെ ഒരു രാത്രി മതി എനിക്ക്. വായിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു തന്നോളാം. സമർപ്പണം. ഗ്രേറ്റ് വിശ്വനാഥ മേനോൻ, എൻ്റെ അച്ഛൻ. ശിവഗംഗ. ഇവിടെയാണ് ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും ചെലവഴിച്ചത്. അമ്മയില്ലാത്ത കുട്ടിക്ക് ഉഗ്രരൂപിയായ അച്ഛൻ്റെ ശാസനകളായിരുന്നു എന്നും തോഴൻ. ബ്രിട്ടീഷ് ചിട്ടകളുടെ കടുത്ത ആരാധകനായ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വളർന്ന എനിക്ക് ആ കാലം സമ്മാനിച്ചത് ഏകാന്തതയും സങ്കടങ്ങളുമായിരുന്നു. രാമൻ നായരെ, എവിടെ അപ്പൻ? എണീറ്റില്ലേ അവൻ? നല്ല മഴയല്ലേ, ഉറങ്ങട്ടെ പാവം. മഴയല്ല, പ്രളയം തന്നെ വന്നാലും ഉണരണം 4 മണിക്ക്. തെറ്റിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ് ദിനചര്യ. കൈ നേരെ കൂട്ടിത്തൊഴുത്, തൊട്ടു വന്നിച്ചമർന്ന് വലിഞ്ഞമർന്ന് വലത്ത് നടന്ന് കളഞ്ഞിട്ട് വന്നിച്ചു, വലത്തുകാൽ തൂക്കി വലത്ത് കൊണ്ട് നീക്കി ചവിട്ടി, ഇടത്തുകാൽ തൂക്കി ഇടത്ത് കൊണ്ട് നീക്കി ചവിട്ടി. ചുവടുകൾ മിക്കവാറും ഉറച്ചു കഴിഞ്ഞു. ഇനി മേപ്പേറ്റ് ആവാന്നാ വിചാരിക്കണേ.
വടകരയെന്ന് ഗുരുക്കളെ ഇവിടെ വരുത്തി ഭക്ഷണവും താമസവും ഏർപ്പാട് ചെയ്ത് അപ്പനെ ഞാൻ കളരി പഠിപ്പിക്കുന്നത് മിക്കവാറും ഉറച്ച അഭ്യാസിയാക്കാനല്ല, പൂർണ്ണം സമ്പൂർണം. അതാണ് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക്. ചുവടുകൾ മുഴുവനും ഉറച്ചു കഴിഞ്ഞു എന്ന് ബോധ്യം വന്നിട്ട് മതി മെയ്പ്പായിട്ട്. കര പോലെ വഴങ്ങണം കടലും. ജലത്തെ ജയിക്കാനുള്ള പാഠങ്ങൾ പരിശീലിപ്പിക്കാൻ ഈയൊരു മാർഗം സ്വീകരിച്ച അച്ഛന്റെ ഉള്ളിൽ അതായിരുന്നിരിക്കണം ചിന്ത. ഓരോ തിരുത്തും ഓരോ പീഡനങ്ങൾ. എന്നിട്ടും അച്ഛനെ ഞാൻ വെറുത്തില്ല. സത്യം. കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുത്. തീന്മേശയിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഏറ്റവും പ്രധാനം അതാണെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു.